ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് മൈദ, അരിപ്പ കൊണ്ട് ഇടഞ്ഞ മൈദയാണ്. ഉപ്പിട്ട് കൊടുക്കാം. കളറിന് വേണ്ടി അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 നുള്ളു മതി. നമുക്ക് ലേശം എള്ളിട്ട് കൊടുക്കാം. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഈ സ്പൂണിന് 3 സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കിത് നല്ല ഒരു ചപ്പാത്തി പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. ചെറിയ ചൂട് ഒഴിക്കുന്നതുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ നന്നായിട്ട് വെള്ളം കൂടി പോകരുത്, മിക്സ് ചെയ്ത് വെക്കണം. അതിന് ശേഷം വെള്ളം വയ്ക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പം ഞാനിത് കുഴച്ചു, കണ്ടില്ലേ, നല്ല രീതിയിൽ കുഴച്ച് നല്ല ഇപ്പം തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മളിത് രണ്ടാക്കി ഇനി നമുക്കത് പരത്തിയെടുക്കാം. അപ്പം നമ്മളിത് പരത്തിയെടുക്കാൻ പോവാണ്. ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ ഈ രീതി വേണം കട്ട് ചെയ്യാൻ. നമ്മൾ ഈ രീതി ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. ചെറുതായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു വെച്ച് ബാക്കി ഈ ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്യണം. ഇങ്ങനെ രണ്ടാമത്തേതും പരത്തി ഇനി ഇത് ഷേപ്പിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ചീനിച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് നമുക്കിത് വറുത്തെടുക്കാം. ഞാൻ ചീനിച്ചട്ടി വെച്ചു. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കണം ഇതിനകത്തോട്ട്. ഡയമണ്ട് കട്ട് റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം.